ഹലോ നമസ്കാരം, രഞ്ജിത്ത്. അനുഭവങ്ങൾ പാളിച്ചകളിലേക്ക് സ്വാഗതം. അനുഭവങ്ങൾ പാളിച്ചകളിൽ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ കൺസൾട്ടിങ് എക്സ്പീരിയൻസുകൾ തന്നെയാണ്. ഇത് ഒരു 2-2.5 വർഷം മുമ്പ് ഞങ്ങളെ സമീപിച്ച ഒരു ടൈൽ, സാനിറ്ററി, ഹാർഡ്വെയർ ഇതെല്ലാം കൂടിയുള്ള ഒരു വലിയ ഷോറൂമിനെ കുറിച്ചാണ്. നമ്മൾ സമീപിക്കുന്നത് ആക്ച്വലി അവിടെ പുതിയതായി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട GM ആണ്, ജനറൽ മാനേജറാണ്. കാരണം അദ്ദേഹമാണ് നമ്മളുടെ വീഡിയോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരമായി കാണാറുള്ളത്. അദ്ദേഹം പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനൊക്കെ വലിയ താല്പര്യമുള്ള ആളാണ്. അദ്ദേഹം അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഏകദേശം 10 വർഷത്തോളമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഷോപ്പ് യാതൊരു തരത്തിലുള്ള സിസ്റ്റംസും ഇല്ലാത്ത ഒരു ഷോപ്പാണ്. ആകെ കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. യാതൊരു തരത്തിലുള്ള സ്ട്രക്ചറുമില്ല, യാതൊരു തരത്തിലുള്ള ഡോക്യുമെൻറ്റേഷനും ഇല്ല. അങ്ങനെ ഭീകരമായ ഒരു അവസ്ഥ കണ്ട് ഇതിനെ ശരിയാക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ അമിതമായ ആഗ്രഹത്തിലാണ് അദ്ദേഹം ഓൺട്രപ്രണറോട് ഇത് പറഞ്ഞ് ഒരു വിധത്തിൽ സമ്മതിപ്പിച്ച് നമ്മളെ അങ്ങോട്ട് കൊണ്ടു ചെല്ലുന്നത്. അപ്പോൾ ഈ ഓണർ എന്ന് പറയുന്നത് അദ്ദേഹം ഗൾഫിൽ വേറൊരു ബിസിനസ്സുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഗൾഫിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ട് വരുന്നുണ്ട്. അവിടെ അദ്ദേഹത്തിന് സ്ക്രാപ്പിൻ്റെയൊക്കെ ട്രേഡിംഗ് ആണ്. അതിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ട് വരുന്നുണ്ട്. ആ ഫണ്ട് കുറേയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റുള്ള 2-3 ഷോറൂമുകളായിട്ടാണ് ഇവിടെ അത് തുടങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ ആരംഭിച്ചു. അപ്പം നമ്മളോട് വലിയ ഇഷ്ടത്തോടു കൂടിയാണ് ജനറൽ മാനേജർ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് അറിയാം. പക്ഷേ ഇദ്ദേഹത്തിന് നമ്മളെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. കാരണം ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലൊന്നും സജീവമല്ല. ഇദ്ദേഹം ആകെക്കൂടി കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ക്രാപ്പ് ട്രേഡിംഗ് മാത്രമാണ്. ഈവൻ ഇവിടുത്തെ ബിസിനസ്സിൽ പോലും പുള്ളിക്ക് കാര്യമായ ഇൻവോൾവ്മെൻ്റ് ഇല്ല. കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്കിന്നിൽ ടച്ച് ചെയ്യുന്ന തരത്തിൽ ഇവിടെ ഭീകരമായ നഷ്ടം അദ്ദേഹത്തിന് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവുമായിരിക്കാം, പക്ഷെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇത് തന്നെയാണ് മിക്ക ആളുകളുടെയും സ്ഥിതി. നഷ്ടം ഭയങ്കരമായി നമ്മളെ കാർന്നു തിന്ന് തുടങ്ങുമ്പോഴാണ് ഇതിനൊരു റിമെഡി വേണം എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പലപ്പോഴും കൺസൾട്ടൻസിനെയൊക്കെ സമീപിക്കുക. അപ്പോഴേക്കും കാര്യങ്ങൾ പിടിവിട്ട് പോയിട്ടുണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ഗൾഫിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹത്തിൻ്റെ സഹോദരനും കൂടിയാണ് ഗൾഫിലെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഗൾഫിലെ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗൾഫിലെ കഥ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അനുജൻ്റെ വിവാഹത്തിന് പോലും പോകാൻ സാധിച്ചില്ല. കാരണം അത്രയും തിരക്കാണ് അദ്ദേഹത്തിന് അവിടെ. അപ്പം അവിടെയും യാതൊരു സിസ്റ്റവും ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി. കാരണം എല്ലാ കാര്യങ്ങളും പുള്ളി തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. എംപ്ലോയീസൊക്കെ ഉണ്ട്, എങ്കിൽ പോലും അദ്ദേഹം തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. അനുജൻ്റെ വിവാഹത്തിന് പോലും പോകാൻ, ഇത് എക്സാജറേഷൻ അല്ല കേട്ടോ, സത്യമായിട്ടുണ്ടായൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അനുജൻ്റെ വിവാഹത്തിന് പോലും പോകാൻ സാധിച്ചില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയോടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു പിക്ക് മോഡലാണ് വളരെ സിമ്പിളായിട്ട് സജസ്റ്റ് ചെയ്തത്. പിക്ക് എന്ന് പറയുമ്പോൾ പർച്ചേസ്, ഇൻവെൻട്രി, ക്രെഡിറ്റ് മാനേജ്മെൻറ്റ്, ഈ 3 കാര്യങ്ങളാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒരു പിക്ക് മോഡലിലാണ് നമ്മൾ ഈ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തത്. അതിൻ്റെ ഒരു പ്രസൻറ്റേഷനൊക്കെ കൊടുത്തു. അപ്പോൾ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, അദ്ദേഹം ഇൻവെൻട്രി എന്ന് പറയുന്ന വാക്ക് ഇതുവരെ കേട്ടിട്ട് പോലുമില്ല. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഏറ്റവും ചുരുങ്ങിയത് ഒരു 500 കോടി രൂപയുടെ ആസ്തിയെങ്കിലും ഉണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് 500 കോടിയോ 1000 കോടിയോ 10,000 കോടിയോ ഉണ്ടാക്കാൻ നമുക്ക് ഇൻവെൻട്രി എന്നുള്ള വാക്കോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ജാർഗണോ ഒന്നും അറിയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതൊക്കെ പലപ്പോഴും പല ട്രെയിനർമാരും പല കൺസൾട്ടൻറ്റുമാരും ഒക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതൊന്നും അറിയണം നിർബന്ധമില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ, മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ കൂടി ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റബിലിറ്റി ഇരട്ടിയാവും എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ടൈം ലാഭിക്കാൻ പറ്റും. അതായത് നമ്മൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളുടെ സുഖത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾക്കൊപ്പം സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി, മക്കൾക്കൊപ്പം, ഭാര്യയ്ക്കൊപ്പം, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം, സുഹൃത്തുക്കൾക്കൊപ്പം ഒക്കെ ചെലവഴിക്കുന്നതിന് വേണ്ടിയാണ്. അൺഫോർച്ചുനേറ്റ്ലി സ്വന്തം അനുജൻ്റെ പോലും കല്യാണത്തിന് പോകാൻ സാധിക്കാതിരുന്ന ഒരു വ്യക്തി പിന്നെ എത്ര കോടി ഉണ്ടാക്കിയിട്ട് എന്താ കാര്യമുള്ളത്? ഇത് എല്ലാ ബിസിനസ്സുകാരും മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ ബിസിനസ്സിനെ സിസ്റ്റമൈസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സമയത്തിന് വേണ്ടിയാണ് എന്നുള്ളത് തന്നെയാണ് ഉത്തരം. വളരെയധികം സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് മറ്റുള്ള വളരെ ഉപയോഗപ്രദമായ നിങ്ങളുടെ പേഴ്സണലായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിനൊക്കെ വേണ്ടി ഒരുപാട് സമയം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പം മാനേജ്മെൻറ്റ് പാർലൻസിലുള്ള വാക്കുകളോ ജാർഗണോ ഒന്നും അറിയണമെന്നുള്ളത് നിർബന്ധമില്ല. എങ്കിൽ പോലും കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ബിസിനസ് ചെയ്യുന്ന ഒരാൾ ഇൻവെൻട്രിയെ കുറിച്ചിട്ട് അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഞങ്ങൾ പർച്ചേസ് സ്ട്രീം ലൈൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, അതിൻ്റെ പർച്ചേസ് ഓർഡർ, പർച്ചേസ് രജിസ്റ്റർ സിസ്റ്റംസിനെ കുറിച്ച്, അതുപോലെ അതിനെ സോഫ്റ്റ്വെയറിലൂടെ ഓട്ടോമേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇതൊക്കെ അദ്ദേഹത്തിന് കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മളതിൻ്റെ ഡാഷ്ബോർഡുകൾ കാണിച്ചു കൊടുത്തു. ഒപ്പം തന്നെ ഇൻവെൻട്രി എങ്ങനെ മാനേജ് ചെയ്യാം, ഇൻവെൻട്രി തന്നെ പലതരത്തിൽ അനലൈസ് ചെയ്യാം, കാറ്റഗറൈസ് ചെയ്യാം, മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കത് സെറ്റ് ചെയ്യാം. അതിൽ തന്നെ പ്രത്യേക തരത്തിലുള്ള മിഷൻസൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഇൻവെൻട്രി നമുക്ക് ഈസി ആയിട്ട് ലിക്വിഡേറ്റ് ചെയ്യാം.
ഒപ്പം ക്രെഡിറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടി ക്രെഡിറ്റ് പോളിസികൾ സെറ്റ് ചെയ്യാം, എങ്ങനെയാണ് ഫോളോ അപ്പ് സിസ്റ്റംസ് ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് അതിനുള്ള ടീമിനെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്യാഷ് ഫ്ലോ വർദ്ധിപ്പിക്കേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം പറഞ്ഞു കൊടുത്തെങ്കിലും എൻഡ് ഓഫ് ദ ഡേ അദ്ദേഹം ഒരു ഡിസിഷനിലേക്ക് വരുന്നില്ല. കുറേ നാളുകൾ ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു പ്രസൻറ്റേഷൻ കഴിഞ്ഞ് 2.5 വർഷം മുമ്പ് സംഭവിച്ച കാര്യമാണ്. ഈ പ്രസൻറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം പല തവണ നമ്മൾ ഫോളോ അപ്പ് ചെയ്തു. അപ്പം ഈ ജനറൽ മാനേജർ വളരെ ഇൻട്രസ്റ്റിൽ നിൽക്കുകയാണ്, ചെയ്യാൻ വേണ്ടി വളരെ ഇൻട്രസ്റ്റിൽ നിൽക്കുക. അദ്ദേഹം പലതരത്തിൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, നമുക്കിത് എത്രയും പെട്ടെന്ന് ചെയ്യണം, ഈ ഒരു സിസ്റ്റം ഇവിടെ കൊണ്ടുവരണം. അദ്ദേഹത്തിനൊന്നും പറയാൻ പറ്റുന്നില്ല, കാരണം ഈ സിസ്റ്റം ഇല്ലാതെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, 2 കൈയും കാലും കെട്ടിയിട്ടതുപോലെയാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഇപ്പോഴും കൺഫ്യൂഷനാണ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഓൺട്രപ്രണേഴ്സിന് ഭയമാണ്. ആക്ച്വലി എന്താണ് ഈ കൺസൾട്ടൻസ് വന്ന് ചെയ്യാൻ പോകുന്നത്? കൺസൾട്ടൻസ് ആക്ച്വലി ചെയ്യാൻ പോകുന്നത് കൃത്യമായ സ്ട്രാറ്റജികൾ ഉണ്ടാക്കുകയും വളരെ ലോജിക്കലാണ്, അല്ലാണ്ട് ഇമോഷണലായിട്ട് പറയുന്നതല്ല, വിത്ത് നമ്പേഴ്സാണ്. ആ നമ്പേഴ്സിനെ വെച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള പോളിസികൾ, പ്രൊസീജിയറുകൾ എന്നിവ ഫോർമുലേറ്റ് ചെയ്യുകയും ആളുകൾക്ക് കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ അസൈൻ ചെയ്ത് കൊടുക്കുകയും അവരെ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. ഈ പഴയ കാലത്തുള്ള ഓൺട്രപ്രണേഴ്സ് അറിയാലോ, അവർ പലപ്പോഴും അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് എഡ്യൂക്കേഷനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടത്തിയിട്ട് ഓൺട്രപ്രണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് യാതൊരു തരത്തിലുള്ള ടെക്നിക്കൽ നോ ഹവും ചിലപ്പോൾ മാനേജ്മെൻറ്റ് നോ ഹവും ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ചിലപ്പോൾ ലക്കിൻ്റെ ഭാഗം കൊണ്ടോ ചിലപ്പോൾ അവർ ഇറങ്ങിയ ഇൻഡസ്ട്രി റൈറ്റ് ടൈമിലായിരുന്നുകൊണ്ടോ ഒക്കെ ചിലപ്പം രക്ഷപ്പെട്ടു പോയിട്ടുള്ളതായിരിക്കാം. അങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് വന്നിട്ടുള്ളവരാണ് നമുക്ക് ചുറ്റും കാണുന്ന മിക്ക ഇപ്പോൾ വന്നിട്ടുള്ള ഓൺട്രപ്രണേഴ്സും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൺസൾട്ടിങ് ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. കാരണം അവർക്ക് കൺസൾട്ടിങ് ആവശ്യമുണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷനിലായിരുന്നു അവരുണ്ടായിരുന്നത്. അവർ ഇറങ്ങിയ സമയം അതായിരുന്നു, അവരെടുത്ത റിസ്ക് അത്രയും വലുതായിരുന്നു എന്നുള്ളതാണ്. ഇനിയുള്ള കാലഘട്ടത്തിൽ അത് പോസിബിൾ അല്ല. കാരണം മാർക്കറ്റിൽ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാക്യൂം എന്ന് പറയുന്നത് ഇല്ലാതായിരിക്കുന്നു. മാത്രമല്ല നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡൊമൈനിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് അത്രയും പ്രൊഫഷണലായി ചെയ്താൽ മാത്രമേ ഇന്ന് വിജയിക്കുള്ളൂ എന്നുള്ള സ്ഥിതിയൊക്കെ വന്നിരിക്കുന്നു. പക്ഷേ ഇത് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പഴയ ആളുകൾക്ക് മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുക്കും. അവരുടെ സ്കിന്നിലേക്ക് അത്രയും ടച്ച് ചെയ്യുമ്പോൾ മാത്രമേ അവർക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംസാരിച്ചു പോയി, പലതരത്തിലുള്ള ഫോളോ അപ്പുകൾ ചെയ്തു. പിന്നെ അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല, അദ്ദേഹം ഈ നമ്മുടെ GM-നോടും പ്രതികരിക്കുന്നില്ല. അത് തൽക്കാലം വേണ്ട, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പുള്ളി സ്കിപ്പ് ചെയ്ത് കളയാണ്. ഏകദേശം 1 വർഷം കടന്നുപോയി. അങ്ങനെ 1 വർഷം കടന്നുപോയി ഞങ്ങൾ ഫോളോ അപ്പ് ഒക്കെ നിർത്തി. കാരണം നമുക്ക് ഒരു പരിധി ഉണ്ടല്ലോ ഫോളോ അപ്പ് ചെയ്യുന്നതിന്. നമ്മൾ കുറേ നാളുകളോളം ഫോളോ അപ്പ് ചെയ്തിരുന്നു. നമ്മളൊരു കോൺടാക്റ്റിൽ നിർത്തിയിട്ടുണ്ട്, പക്ഷേ ഫോളോ അപ്പ് ഇല്ല. അപ്പോൾ 1 വർഷം കഴിഞ്ഞ സമയത്ത് നമുക്കൊരു കോൾ വരികയാണ്. അത് GM-ൻ്റെ കയ്യിൽ നിന്നല്ല വരുന്നത്, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ്, ഈ ഓൺട്രപ്രണറുടെ കയ്യിൽ നിന്നാണ് വരുന്നത്. എവിടെ നോക്കിയോ നമ്മുടെ നമ്പർ പുള്ളിയുടെ ഇല്ല, ആക്ച്വലി GM-ൻ്റെയിലാണല്ലോ ഉണ്ടായിരുന്നത്. എവിടെ നോക്കിയോ തപ്പിയെടുത്ത് നമ്മൾ വിളിച്ചിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ഡെഡ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 18 കോടി രൂപയായി. അതായത് മന്ത്ലി സെയിൽസ് എന്ന് പറയുന്നത് അതിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു 6-1, 5-1 ഉണ്ടാവുള്ളൂ. അപ്പം അത്രയും ഭീകരമായിട്ടുള്ള രീതിയിൽ ഡെഡ് സ്റ്റോക്ക് വരികയും കാര്യങ്ങൾ മൂവ് ചെയ്യുന്നില്ല എന്നുള്ള ഉറപ്പായിട്ടുള്ള അവസ്ഥ വരികയും അദ്ദേഹത്തിന് ക്യാഷിന് ബുദ്ധിമുട്ട് വന്നു തുടങ്ങിയൊക്കെ ചെയ്തപ്പോഴാണ് തപ്പിയെടുത്ത് വിളിക്കുകയാണ്. ഇനിയിപ്പോൾ ആ ഡെഡ് സ്റ്റോക്ക് ലിക്വിഡേറ്റ് ചെയ്യണം, നമ്മളൊരു പുതിയ ഇൻവെൻറ്ററി സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യണം. നമ്മളവിടെ വീണ്ടും ചെന്നപ്പോൾ നമ്മൾ അന്ന് കണ്ട GM അവിടെ ഇല്ല. കാരണം അദ്ദേഹം ഫെഡപ്പായി, അദ്ദേഹം അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ പലപ്പോഴും നമുക്ക് സിസ്റ്റംസ് ഇല്ലെങ്കിൽ, സ്ട്രക്ചർ ഇല്ലെങ്കിൽ, നമുക്ക് നല്ലൊരു മാനേജ്മെൻറ്റ് സ്റ്റൈൽ ഇല്ലെങ്കിൽ ഒരു കാരണവശാലും നല്ല എംപ്ലോയീസിനെ കൂടെ നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നല്ല അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു GM ആയിരുന്നു, അദ്ദേഹം പോയി. സത്യം പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് പോയി. കാരണം നമ്മളവിടെ ചെല്ലുമ്പോൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഒരാളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് ഒരു ചേഞ്ച് ഏജൻ്റായിട്ട് പ്രവർത്തിക്കാൻ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതില്ല. അങ്ങനെ നമ്മളത് ഏറ്റെടുക്കുകയാണ്. നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ അന്ന് പറഞ്ഞ ഒരു പിക്ക് മോഡലിലേക്ക് നമ്മൾ എൻറ്റയർ ഓർഗനൈസേഷനെ സ്കാൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും ശരിക്കും അഡ്രസ്സ് ചെയ്യും. പക്ഷേ ഇനീഷ്യൽ ലെവലിൽ, ഫസ്റ്റ് ലെവലിൽ പിക്കാണ് നമ്മൾ എടുത്തത്. പർച്ചേസ്, ഇൻവെൻട്രി, ക്രെഡിറ്റ്, ഈ 3 കാര്യങ്ങളിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് വർക്ക് ചെയ്തു. അതിൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ ആക്ച്വലി നമുക്ക് ഒരുപാട് സാധനം ലിക്വിഡേറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം അത് പലതരത്തിലുള്ള ഓഫറുകളും മാർക്കറ്റിംഗ് പ്രോഗ്രാമുകളും ഒരു സ്കീമും ഒക്കെ വെച്ചിട്ട് അതിനെ ആക്ച്വലി നമുക്ക് 2 മാസത്തിനകത്ത് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റി. ഏകദേശം 9 കോടി രൂപയുടെ സാധനങ്ങൾ നമുക്ക് 2 മാസത്തിൽ ലിക്വിഡേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റി. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്കീമും ഒരു കൊളാബറേറ്റീവ് ആക്ടിവിറ്റിയും വെച്ചിട്ട് അത് വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ആർക്കിടെക്ട്സ് ആയിട്ടുള്ള ഒരു സ്കീം ആൻഡ് ആക്ടിവിറ്റി ആയിരുന്നു അത്. ബിൽഡേഴ്സും ആർക്കിടെക്ട്സുമായിട്ട് അത് വളരെ നല്ല രീതിയിൽ വർക്കൗട്ടായി. അത് വർക്കൗട്ടായെന്ന് മാത്രമല്ല, ഒരുപാട് ബിൽഡേഴ്സുമായിട്ട് ലോങ് ടേമിലേക്കുള്ള എഗ്രിമെൻറ്റ് നമുക്ക് കൊണ്ടുവരാനും സാധിച്ചു. അതിൽ നിന്ന് തന്നെ സെയിൽസ് ബൂസ്റ്റപ്പായി, ക്യാഷ് ഫ്ലോ ബെറ്ററായി. അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഇൻവെൻട്രിയുടെ വോളിയം ശരിക്കും കുറച്ചു കൊണ്ടുവരാൻ പറ്റി. അവിടെ നിന്ന് നമ്മൾ ഒരു ടീമിനെ കൂടി റിക്രൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ സ്ട്രോങ് ആക്കിയിട്ട് പിന്നെ കൊണ്ടുപോവാണ് ചെയ്തത്.
ഇപ്പോഴും ആക്ച്വലി നമ്മൾ അതിൻ്റെ റിവ്യൂസ് ചെയ്തു പോകുന്നുണ്ട്. അതായത് എല്ലാ മാസത്തിലും നമ്മളവിടെ പോയിട്ട് അവരുടെ സെയിൽസ് റിവ്യൂ, റീറ്റെയിൽ റിവ്യൂ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു പോകുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പല കേരളത്തിലുള്ള ഞാൻ പറയുന്നത് 99% ഓർഗനൈസേഷൻസും ഇതേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്ത് ഇത് ഒരു ICUവിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ബിസിനസ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കാരണം നിങ്ങളുടെ ഒരുപാട് പ്രോഫിറ്റ് ലീക്കേജ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. ആ പ്രോഫിറ്റ് ലീക്കേജ് എത്രയും പെട്ടെന്ന് തടയുക, ഒപ്പം തന്നെ നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമയം, നിങ്ങളുടെ പേഴ്സണൽ സമയം ലാഭിക്കുകയും ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.